എന്നെയും നിങ്ങളെയും പോലത്തെ മനുഷ്യരെ ചങ്ങലയിൽ ബന്ധിച്ച് കയറിൽ ബന്ധിച്ച് കൊണ്ടുവന്ന് കച്ചവടം നടത്തുകയാണ്. അവിടെയാണ് വിമോചനത്തിന്റെ പ്രശ്നങ്ങൾ പാടിയത്. സഹാബത്തിൽ ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ ധർമ്മം ഏതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാണ്? ആ സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് അടിമകളെ മോചിപ്പിക്കലാണ്. അബ്ദുറഹ്മാൻ എന്ന സഹാബി ഈ വിമോചനത്തിന്റെ വാക്ക് കേട്ട് ആയിരക്കണക്കിന് വരുന്ന അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു എന്ന ചരിത്രം പറയുമ്പോൾ, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഈ നൂറ്റാണ്ടിനോട് അടുത്ത കാലത്തും ചരിത്രം വായിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1888 അമേരിക്കയിലെ ജോർജിയ എന്ന് പറയുന്ന സ്ഥലത്ത് പിയേഴ്സ് ബട്ട്ലർ എന്ന് പറയുന്ന ഒരു മുതലാളി 436ഓളം വരുന്ന അടിമകളെ ജോർജിയയുടെ തെരുവിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തി. മാർച്ച് 2-3 തീയതികളിൽ അവിടെ അടിമ കച്ചവടം ആ നഗരത്തെ ആപാദ ചൂടം വിഴുങ്ങുകയായിരുന്നു. ആ ഒരു ചരിത്രഘട്ടത്തെ കണ്ണീർ പെയ്ത ദിനങ്ങൾ എന്ന പേരിൽ ഇന്നും നമുക്ക് വായിക്കാൻ സാധ്യമാണ്. ഞാൻ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സാധ്യമാക്കിയ ആ വിപ്ലവങ്ങളുടെ അയത്ത് പോലും എത്താത്ത വിധം ഇന്ന് ആധുനിക കാലത്തോട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് നാം പല വാർത്തകളും വായിക്കേണ്ടി വരുമ്പോൾ കാലം ആ പ്രവാചകരിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങേണ്ടതിന്റെ അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരും. ഒരിക്കൽ ജൂതന്റെ മൃതശരീരം കൊണ്ടുപോകുന്നത് കണ്ട് പ്രവാചകർ എഴുന്നേറ്റ് നിന്നപ്പോൾ അനുയായികൾ ചോദിച്ചിട്ടുണ്ട്, നബിയെ, എന്തിനാണ് ഒരു മുസ്ലിമിന്റെ മൃതശരീരമല്ലല്ലോ കൊണ്ടുപോകുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, അവരും ഒരു മനുഷ്യരാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ആ മാനുഷികതയുടെ സന്ദേശമാണ് സാമൂജി വളരെ വിമർശനാത്മകമായി പല കാര്യങ്ങളും പറയുമ്പോഴും ആലോചനാപൂർണമായി നമ്മൾ അതിനെയൊക്കെ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ വായിക്കാൻ ആനുകാലികമായി ഒട്ടേറെ രചനകൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് SYSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായ ഡോക്ടർ ഫാറൂഖ് നഈമി അൽ ബുഖാരി 1182 ദിവസമാണ് ദിനം മുറിയാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ മനോഹരമായ ചരിത്രസന്ധികളെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇംഗ്ലീഷിലും കന്നഡയിലും ഹിന്ദിയിലും ലോക ഭാഷകളിലേക്ക് മുഴുവനും വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ട് ലോകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് കാണിച്ച യുദ്ധനീതിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഹുദൈബിയ സന്ധിയെ ഇനി യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ശത്രുക്കളോട് കരാറു ചെയ്ത ആ ഘട്ടത്തിൽ തന്റെ അരികിലേക്ക് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ശരീരത്തിൽ രക്തമൊഴുക്കിക്കൊണ്ട് കടന്നു വന്നൊരനിയായി, നബിയെ, എന്നെയെന്ന് നിങ്ങൾ അക്രമപരമായി എന്റെ പ്രതിയോഗികളോട് പകരം ചോദിക്കണമെന്ന് പറഞ്ഞ നേരത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹുദൈബിയ സന്ധിയിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുമാറ് രൂപത്തിൽ നിങ്ങളെ നിഷ്ഠൂരമായി വേദനിപ്പിച്ചൊരു ജനതയോട് ഞാനൊരു കരാർ ചെയ്തിട്ടുണ്ട്. ആ കരാർ പാലനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പകരം ചോദിച്ചുകൊണ്ട് ആ കരാറിനെ ലംഘിക്കാൻ ഞാൻ ഒരുക്കമല്ല. നമുക്ക് മറ്റു പരിഹാരങ്ങളിലേക്ക് പോകാമെന്നാണ് പ്രവാചകർ ഈ ലോകത്തെ പഠിപ്പിച്ചത്. ആ വാക്പ്രമാണമാണ്, സാഹോദര്യ ബോധമാണ്, മതേതരത്വ ബോധമാണ്. ഞാൻ സംസാരിക്കുകയല്ല. മദീനയിൽ നിന്ന് മക്കയിലേക്ക് നമുക്കറിയാം, മക്കം ഫതഹിന്റെ വേളയിൽ വന്ന് ഒരു ഭരണഘടന രൂപീകരിച്ച സാഹചര്യത്തിൽ നമ്മൾ ഒറ്റ ജനതയാണ് എന്ന് ലോകത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമുക്കറിയാം, പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനതയാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോലെ പുലരുന്ന, മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്ന് വരയ്ക്കുന്ന മനോഹരമായ ഇന്ത്യയുടെ ഭൂപടം, ആ ഭൂപടത്തിന്റെ ആ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ച വാക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന്